കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. പല പ്രേക്ഷകരും വിളിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അലമാര. നമ്മുടെ വീട്ടിലെ അലമാര എവിടെ വയ്ക്കണം? ഏത് ഭാഗത്താണ് അലമാര ഇരിക്കേണ്ടത്? സാമ്പത്തികം എവിടെയാണ് നിൽക്കുന്നത്? സ്ഥാപനക്കാർ ചോദിക്കുകയാണ് ക്യാഷ് ട്രോ എങ്ങോട്ടാണ്, ക്യാഷ് ഉപയോഗിക്കുന്നതായിട്ടുള്ള ട്രോ എങ്ങോട്ടാണ് വലിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മൾ സാധാരണ എല്ലാ ആൾക്കാരോടും നമ്മൾ പലവട്ടവും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കുബേരൻ്റെ സ്ഥാനം. കുബേരൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ തെക്ക് നിന്ന് വടക്കോട്ടാണ്. തെക്ക് നിന്നും വടക്കോട്ട് നമ്മുടെ വീട്ടിലെ ഒരു അലമാരയാണെങ്കിലും നമ്മളൊരു ലാഫിംഗ് ബുദ്ധ വെച്ചാലും അല്ലെങ്കിൽ ഒരു മുക്കാലി തവള വെച്ചാലും ഒക്കെ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ധനം ആർജിക്കാൻ വേണ്ടി, ധന ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനവും ധനം ഉണ്ടാകാനും അതിനകത്തെ പണപ്പെട്ടിയിൽ നിന്ന് ക്യാഷ് അല്ലെങ്കിൽ പൈസ ഒരു ചില്ലറ പോലും ഒരു നാണയം പോലും പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത് നമ്മൾ വയ്ക്കുന്നത്. അത് സാധാരണ വയ്ക്കുന്നത് തെക്ക് നിന്നും വടക്കോട്ടാണ് വയ്ക്കുന്നത്. തെക്ക് നിന്ന് വടക്കോട്ട് വലിക്കത്തക്ക രീതിയിൽ ട്രോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണെന്നാണ് പറയപ്പെടുക. അതുപോലെ കിഴക്കൂന്ന് പടിഞ്ഞാട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കിഴക്കൂന്ന് പടിഞ്ഞാട്ട് വെക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ധനം ഇരിക്കുകയും സ്വർണ്ണം ഇരിക്കുകയും രത്നങ്ങൾ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. പല ബാങ്കുകളുടെയും ഫിനാൻസ് കമ്പനികളുടെ ഒക്കെയാണെന്ന് വെച്ചാൽ തെക്കൂന്ന് വടക്കോട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. മിക്കവാറുള്ള ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ധനം നഷ്ടപ്പെടാതിരിക്കാനും ഇനി മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ പോലും കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരവസ്ഥാന്തരത്തിൽ തെക്കുന്ന് വടക്കോട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള. അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ അതുപോലെ തെക്ക് നിന്ന് വടക്കോട്ടിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ആജ്ഞാശക്തി കൂടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഭാഗം തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ധനം വയ്ക്കാൻ ഏറ്റവും നല്ല കന്നിമൂലയാണ്. കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൂല. ആ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ധനം, ധാന്യങ്ങൾ, ഐശ്വര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു അവസ്ഥയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പറയുന്നത് അലമാരി വലിക്കുമ്പോൾ അല്ല ഡ്രോ വലിക്കുമ്പോൾ തെക്കുന്ന് വടക്കോട്ടായിരിക്കണം, തെക്ക് ഭാഗത്തായിരിക്കണം ഇരിക്കേണ്ടി. ഈ തെക്കെന്ന് കേട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് പലവിധ മറ്റ് ചിന്താഗതികളാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ വെറുതെ കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അവിടെ ഐശ്വര്യം ഉണ്ടാകാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്താ ഒരു കല്ലിടിയിൽ ഒരു ഗൃഹത്തിനാണെങ്കിലും ഒരു ഫ്ലാറ്റിനാണെങ്കിലും കല്ലിടിയിൽ കർമ്മം നടക്കുന്നത് തന്നെ കന്നിമൂലയ്ക്കാണ്. അവിടെയാണ് ഒരു സ്വർണ്ണ നാണയമോ ഒരു സ്വർണ്ണ മറ്റു കാര്യങ്ങളോ ഇതൊക്കെ സ്ഥാപിക്കുന്നത്. അവിടുന്ന് ധനം നഷ്ടപ്പെടാതിരിക്കാനും അവിടെ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തെക്ക് നിന്ന് വടക്കോട്ട് അലമാര വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു നല്ല വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാട് അറിയിച്ചുകൊള്ളുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.